കേട്ടോ, ഒരു പോഷണമൊന്നും ഒരു പോകണ്ട. This road, it takes me home where skies are blue. I walk this road because I know it leads to you. No matter when, no matter what, I have a place to go. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ തിരുമകൾ സോന അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിന്റെ മുന്നിൽ വെച്ച് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന കല്യാണത്തിൽ എല്ലാ കാര്യങ്ങളിലും നിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം ഏറ്റവും വിജയം കൊടുക്കുവാൻ നിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. പിതാവെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. എത്രയും വേള മാതാവേ, നിന്റെ സംഗീതത്തിലൂടെ സഹായം കേട്ടുള്ളത് നീ ഓർക്കണമേ. മാതാവേ, സങ്കീർത്തനങ്ങളിലെ പുസ്തകത്തിലുള്ള വായന. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിയുടെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയും. അവൾ നിന്നെ വേടന്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൾ നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പറക്കുന്ന അസുഖത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ മഹാമാരിയെയും മുട്ടിച്ചുകിരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മനുഷ്യനേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് അനർത്ഥം സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന് നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചോട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചോട്ടി വിധിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്ന ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ദൈവമായ കർത്താവിന് സ്തുതി.
Para
ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട്ടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അവനേ, പാലിക്കണമേ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധനും സ്തുതിയും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. ഞങ്ങളുടെ ജീവദായകവും ദീപികവുമായ കൽപ്പനയുടെ മധുരവസരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഫെബ്രുവരി 8 വായന കർത്താവെ ആശ്രയിക്കുന്നു. അനുസരിച്ച് തന്നെ ആരാധന വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. രണ്ടാം പിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാനപീഠവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണകലശവും അഹ്റോന്റെ തളർത്തുപടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. പേടകത്തിന് മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ വിലോപുകൾ ഉണ്ടായിരുന്നു. ഇവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ച് പറയാനാവില്ല. ഇവയെല്ലാം സജ്ജീകരിച്ചതിനു ശേഷം പുരോഹിതന്മാർ എല്ലാ സമയത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിന്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കുവാനുള്ള രക്തവുമായി ആണ്ടിലേക്ക് പ്രവേശിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകോവിലേക്ക് പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ വ്യക്തമാക്കുന്നു. അർപ്പിക്കുന്നവന്റെ അന്ധകരണത്തെ വിശദീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത്. നവീകരണ കാലം വഴി നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ, പലവിധ ശാലകൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കൾ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവനവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോരാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോരാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധനെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി വിശദീകരിക്കുകയില്ല. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും.
ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ സഹോദരി സഹോദരന്മാരെ, പ്രധാനമായിട്ട് ഇന്നത്തെ ഈ തൃക്കർമ്മങ്ങളിലെ കാരണമായിരിക്കുന്ന നമ്മുടെ പ്രിയ മക്കൾ ജോസഫ്, സോണായും, പിന്നെ അവരുടെ മാതാപിതാക്കളെ, രണ്ടുപേരുടെ കുടുംബങ്ങള്, അവരുടെ ബന്ധുമിത്രാദികളെ, തീർച്ചയായിട്ടും ഈ രണ്ട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജോസഫിന്റെയും സോണായുടെയും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ഒരു സന്തോഷത്തിന്റെയും ദൈവ അനുഗ്രഹത്തിന്റെയും ഒരു ദിവസമാണ്. ദൈവം ഈ രണ്ട് കുടുംബങ്ങളെയും എത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ വലിയ ഒരു അടയാളവും പൂർണ്ണതയുമാണ് ആ കുടുംബത്തിൽ ഇന്നും, പ്രത്യേകിച്ച് വരാനിരിക്കുന്ന 7-ാം തീയതിയും നടക്കാനിരിക്കുന്ന ആ വലിയ ഒരു പുതിയ കുടുംബത്തിൽ രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം ലഭിച്ച രണ്ട് കുടുംബങ്ങളാണ്. അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എനിക്കറിയാം, സഭയോടും അവിടുത്തെ സമൂഹത്തോടും നിങ്ങൾക്ക് ദൈവം തന്ന ആ നന്മകളെ ജീവിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് ഞാൻ കരുതുക. ഇതെല്ലാം നിങ്ങളുടെ ഈ പുതിയ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിട്ട് ഇരിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത്, ഞങ്ങൾ മോഡേൺ കിഡ്സ് എന്നുള്ള ഒരു വാക്കുണ്ട്. കാണുന്നത് തൊടുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ്. എനിക്ക് കാണാൻ പറ്റില്ല, തൊട്ടറിയാൻ പറ്റില്ല, ഞാൻ വിശ്വസിക്കില്ല, അങ്ങനെയെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്, മോഡേൺ ജനറേഷൻ. ആ ഒരു ജനറേഷനിൽ നിങ്ങൾ ചേർന്നാലും നിങ്ങൾ അതിലെത്തിയത് ഒരു വലിയൊരു പാരമ്പര്യം പുറകിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വളർത്തി ആളാക്കിയ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, അങ്കിൾമാർ, ആന്റിമാർ, ഇതെല്ലാം വലിയൊരു കൂട്ടായ്മയെ ഇവിടെ പുറകിൽ നിങ്ങൾക്ക് ഉണ്ട്. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിലെ ബന്ധങ്ങളിൽ ഏറ്റവും ഉന്നതവും മഹത്വമേറിയ ഒരു ബന്ധമാണ് തീർച്ചയായിട്ടും വിവാഹ ജീവിതം. ഈ ബന്ധത്തെ പരിശുദ്ധത്തിൽ കാത്തു സൂക്ഷിക്കുവാനും പവിത്രമായി കൈകാര്യം ചെയ്യുവാനുമാണ് തിരുസഭ വിവാഹമെന്ന ഒരു ഉദാശയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ വരുന്ന 7-ാം തീയതി അത് സ്വീകരിക്കാൻ പോകുകയും അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയാം, ദൈവത്തിന്റെ മുമ്പിലും ഈ സമൂഹത്തിന്റെ മുമ്പിലും ഒരു വാഗ്ദാനം ചെയ്യും. അങ്ങനെ വിവാഹിതരാകുന്ന ദമ്പതികൾ എത്രമാത്രം ദൈവവുമായി തിരുസഭയുമായി ബന്ധപ്പെടുന്നുവോ അത്രമാത്രം അവരുടെ ജീവിതം പവിത്രമായിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ഹോളി മാരേജ്. How much that you are close to the church and close to God. That speaks about how valuable, how much important is the marriage. These are the two things when you accept blindly, സഭയോടും ദൈവത്തോടും ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു വിവാഹ അല്ലെങ്കിൽ കുടുംബ ജീവിതമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. അല്ലെങ്കിൽ ഏത് സമയവും ഈ ജീവിതം തകർന്നു പോകാനുള്ള വലിയ കാര്യങ്ങൾ നമുക്ക് നേരിടാൻ പറ്റും. നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടേയിരിക്കും. അവർ പറയുന്നത് ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾ രണ്ടുപേരെയും യോജിപ്പിച്ചത് ദൈവമെങ്കിൽ ഗുണവും ദോഷവും ഇവിടെ ഉള്ള ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതാണ്
ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങളെ, ഓരോ വിവാഹവും കർത്താവിന്റെ ഇഷ്ടപ്രകാരം കർത്താവ് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെയാണ് ഈ വിവാഹ വാഗ്ദാനത്തെ ഇന്ന് നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ കർത്താവിന്റെ ഇഷ്ടപ്രകാരം തുടങ്ങുന്ന വിവാഹ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതാണ് കർത്താവ് യോജിപ്പിക്കുന്ന ഒരു വിവാഹം എന്ന് പറയാം. നമ്മൾ വായിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്നു വിവാഹം എന്ന കൂദാശ നടക്കുമ്പോൾ ഈ വായന എപ്പോഴും നിങ്ങൾ വായിക്കും. മത്തായി സുവിശേഷം 19-ാം അധ്യായം 46-ലെ ഇക്കാരണത്താൽ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും. പിന്നീട് ഒരിക്കലും അവർ രണ്ടാകില്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന വായനയാണ് വിവാഹ തിരുക്കർമ്മങ്ങളിൽ വായിക്കുന്ന വായന. ഈ 2 വായനകളിൽ നമ്മൾ വായിച്ചു കേട്ടത് വലിയ ഒരു സത്യവും അതുപോലെ വിലയേറിയ ഒരു സത്യവും ഇതിന്റെ അകത്തുണ്ട്. ഓരോ വിവാഹം നടക്കുമ്പോഴും ഒരു ഉപേക്ഷ അവിടെ ആവശ്യമാണ്. നമ്മൾ വായിച്ചു കേട്ടു, ഈ കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ജീവിക്കും. അതുപോലെയാണ് നമ്മുടെ ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞില്ലെങ്കിലും ഭാര്യയുടെ കാര്യവും അങ്ങനെ ആണ്. ഇതിലൊരു ഉപേക്ഷയാണ് ദൈവം ഓരോ വിഭാഗത്തിലും ആവശ്യപ്പെടുന്നത്. ഉപേക്ഷ എന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ മാതാവിനെയും പിതാവിനെയും ഫിസിക്കലായിട്ട് ഇനി മുതൽ അവരെ സംസാരിക്കരുത്, അവരെ കാണരുത്, അവരുടെ അടുത്ത് പോകരുത് എന്നുള്ള ഉപേക്ഷ അല്ല. If I should get anything good, I need to have sacrificed something. അതാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ അവരെല്ലാവരും വിട്ടിട്ട് നിങ്ങൾ വലിയൊരു യാത്രയായിട്ട് പോകും. അതാണ് നിങ്ങളുടെ ആ ജീവിതത്തിന്റെ യാത്രയുടെ ഒരു ഉപേക്ഷ എന്ന് പറയുന്നത്. കുടുംബ ജീവിതമാകുമ്പോൾ ഒരു ഉപേക്ഷ അല്ലെങ്കിൽ ചെറിയ ഒരു വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാമായിരുന്നത് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും. പക്ഷെ ഇനി മുതൽ അത് അങ്ങനെ അല്ല. അതാണ് ഇവിടെ ഒരു ഉപേക്ഷ അല്ലെങ്കിൽ വിട്ടുപിരിതൽ എന്ന് പറയുന്നത്. ഇനിയുള്ളത് സോണായ്ക്ക് ജോസഫുണ്ട്, ജോസഫിന് സോണാവുണ്ട്. ആദ്യം എന്ത് കാര്യം സംസാരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനങ്ങളാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും കിട്ടുക. രണ്ടുപേരുടെയും സ്വഭാവവും വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം വ്യത്യസ്തമാണ്. ബട്ട് ഫ്രം ടുഡേ ഓൺവേഴ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ടുഗദർ. ഈ വ്യത്യസ്തമായ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഏക മനസ്സോടെ ഇന്ന് നമ്മളുടെ ഗോസ്പലിൽ വായിച്ചു കേട്ടതുപോലെ സ്നേഹം എന്ന ആ ഒരു വലിയ വഴി നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആ തിരുവിഷ്ടമാണ് നിറവേറുന്നത്. ഇങ്ങനെ സ്വഭാവ വ്യത്യസ്തമുള്ള ജീവിതത്തെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുമ്പോൾ നിങ്ങൾ നെയ്തെടുക്കുന്നത് നല്ല സന്തോഷമുള്ള ഒരു ജീവിതമാണ്. പിന്നെ എപ്പോഴും മനസ്സിലാക്കണം, ടു ബിൽഡ് യുവർ മാരേജ് മാരേജ് അല്ലെങ്കിൽ ആ ജീവിതത്തോടെ എല്ലാം കഴിഞ്ഞത് മാത്രമല്ല, വിവാഹ ജീവിതം എപ്പോഴും കെട്ടി എഴുപ്പുക. വിവാഹം കഴിക്കാൻ എളുപ്പമെന്ന് പറയും, പക്ഷേ അത് ജീവിക്കാൻ അല്ലെങ്കിൽ നിലനിർത്തുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. കർത്താവ് ചേർത്ത് വെച്ച ആ ജീവിതകാലം മുഴുവനും ജീവിക്കുവാൻ
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിന് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ വരേണ്ട സ്ഥലം യോജിപ്പിച്ചതിന്റെ കരങ്ങളിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. നിങ്ങളെ വിളിച്ചതും നിങ്ങളെ യോജിപ്പിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുകളോ പരാതികളോ ജീവിതത്തിൽ വരുമ്പോൾ ഈ യോജിപ്പിച്ച ആളെടുത്താണ് നമ്മൾ വരേണ്ടത്. അത് എന്തു പറയുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം. അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വലിയൊരു പാരമ്പര്യത്തിലുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന. കുടുംബജീവിതം പ്രാർത്ഥനയിൽ തുടങ്ങുക, പ്രാർത്ഥനയിൽ നയിക്കുക, പ്രാർത്ഥനയിൽ ജീവിക്കുക. തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും മാത്രമേ ദൈവം നിങ്ങൾക്ക് തരുള്ളൂ. വിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പറയുന്നുണ്ട്, മാട്രിമണി ഈസ് എ സൈലന്റ് ഹോമി. വിവാഹം നിശബ്ദമായ ഒരു ബലി അർപ്പണമാണെന്ന് പറയും. ഒത്തിരി സഹിക്കേണ്ടതുണ്ട്, ക്ഷമിക്കേണ്ടതുണ്ട്, അടക്കി വച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ ഒത്തിരി ഈ ഒരു ജീവിതത്തിൽ ഉണ്ട്. ഇതാണ് സാക്രിഫൈസ്, ഇതാണ് വലിയൊരു ബലി. അതാണ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഇന്ന് പ്രിയ ജോസഫും സോണായും സഭയുടെ മുമ്പും സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നല്ല ഒരു ജീവിതം ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം എടുക്കുന്ന ഈ ദിവസത്തിൽ തീർച്ചയായിട്ടും സഭ നിങ്ങളോടൊത്ത് ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. എല്ലാ ആശംസകളും ഇവിടെ ഉള്ള എല്ലാവരുടെയും പേരിലും ഞങ്ങൾ നേരുകയാണ്. അതോട് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായവും എപ്പോഴും നിങ്ങളെടുത്ത് കൊണ്ട് ദൈവം നിങ്ങളെ ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഈ വാഗ്ദാനം തുടർന്നുള്ള ആ ഉദാശ വഴി നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുൻപിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാകുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ പവിത്രതയെ തലവലിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചിതത്വത്തിലേക്ക് വരുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുന്നു. ജോസഫ് ഷൈൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ സോണാ സുനുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. സോണാ സുനു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജോസഫ് ഷൈനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണോ? വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ
നിശ്ചിതത്വത്തിലേക്ക് വരുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുന്നു. ജോസഫ് ഷൈൻ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ സോണ സുനുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് ഈ വാഗ്ദാനം ചെയ്യുന്നു. സോണ സുനു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജോസഫ് ഷൈനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് ഈ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണോ? കർത്താവായ മിശിഹായെ, വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാർ ഔസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യായ ഞങ്ങളുടെ സഭയുടെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും ും
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീമാനിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായി ശരീരത്തിന് ഉയർപ്പും ദിവ്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവമനസ്സിൽ ആരാധിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷരാകാൻ എളിയവരും പാപികളുമായി നിന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്തിലെത്താൻ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനന്തരന്റെ സ്നേഹത്തോട് ഉറച്ച വിശ്വാസത്തോടുകൂടി പരിഗണന ചെയ്യാൻ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും കലിങ്ങിനരും ആകലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിയും പരിശുദ്ധവും
ജീവദായകവും ദിവ്യവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ദരിദ്രന് സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യരുടെ പ്രത്യാശയായ മിശിഹായെ സ്തുതിയും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതനുള്ള ആരാധമായ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥാ എന്നേക്കും. ആമേൻ. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ സത്യപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുത്രിയമാക്കുകയും കരുണയാൽ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. അബ്രഹാമിന്റെയും സാറായുടെയും ഇസഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീകമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂതാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ സത്യപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തൃക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.